യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സഞ്ചരിക്കാൻ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനം. തൃശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സവാരി. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയതോടെ ബോർഡ് മറച്ചു. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഏതായാലും മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചത് ആണ് മാതൃകയെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇത് തുടരാമെന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക. എന്താണ് അവിടെ നടന്നത് തൃശ്ശൂരിൽ? സിജു, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം. രാമനിലയത്തിൽ മന്ത്രി ഒ.ജെ. ജനീഷ് ഉണ്ടായിരുന്നു. ഈ മന്ത്രിയെ അനുഗമിക്കാനായിട്ട് നാലഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ രാമനിലയത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്ക് ഈ മന്ത്രി നീങ്ങുന്ന വേളയിലാണ് ഡെപ്യൂട്ടി മേയറും അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഡെപ്യൂട്ടി മേയറിന്റെ വാഹനത്തിൽ ആദ്യം ഡെപ്യൂട്ടി മേയർ കയറുന്നു, തുടർന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കയറുന്നു. പിന്നീട് അതിനുശേഷം ഈ ഔദ്യോഗികമായിട്ടുള്ള തൻ്റെ വാഹനത്തിൽ നിന്ന് ഡെപ്യൂട്ടി മേയർ ഇറങ്ങി പകരം മന്ത്രി ഒ.ജെ. ജനീഷിലേക്ക് കയറുന്നു. പിന്നീട് തികച്ചും പൂർണ്ണമായിട്ടും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഈ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ വാഹനം രാമനിലയത്തിൽ നിന്ന് പോകുമ്പോൾ അതിൽ ഡെപ്യൂട്ടി മേയർ പോലും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ആ ഔദ്യോഗിക വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, തികച്ചും കോർപ്പറേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു വാഹനമാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ മൊബൈലിൽ ചിത്രീകരിച്ചതോടുകൂടി ആ ബോർഡ് അടക്കം മറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു മോഹനും അതോടൊപ്പം അയാളുടെ സംഘവുമാണ് ഇത്തരത്തിൽ ഈ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തത്. ഇന്ന് രാവിലെയാണ് ഈ സംഘം മന്ത്രി ഒ.ജെ. ജനീഷിനെ അനുഗമിക്കാനായിട്ട് ഇത്തരത്തിൽ രാമനിലയത്തിൽ എത്തിയിരുന്നത്. ശരി, സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.